പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും മീ ആൻഡ് മൈ ഡിയേഴ്സിലൂടെ ഞാൻ വന്നിരിക്കുകയാണ്. നമുക്കിന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെ ചർച്ച ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട വേടൻ്റെ മോണലോവയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രണയ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രണയ വിപ്ലവത്തെക്കുറിച്ചിട്ടാണ്. ഇപ്പോൾ ആദ്യമായിട്ട് വേടൻ അതിനെക്കുറിച്ച് പറഞ്ഞ് എനിക്കൊരു പ്രണയമുണ്ടല്ലോ, പ്രണയമുണ്ടാകുമ്പോഴല്ലേ പ്രണയത്തെക്കുറിച്ച് എഴുതാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ ഒരു പാട്ട് വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടതാണ്. അതിനുശേഷം അത് റിലീസ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ടീസർ വന്നപ്പോഴൊക്കെയും തന്നെയും ഭയങ്കരമായിട്ടും എല്ലാവരും ഏറ്റെടുത്ത ഒന്നായിരുന്നു അത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേർഡ് ബൈ വേർഡായിട്ട് ലിറിക്കലായിട്ട് എടുത്തിട്ട് അതിനെ ഒന്ന് ഡീകോഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ധാരാളമായൊരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത്. പക്ഷേ വേടൻ എഴുതിയ വാക്കുകളിലെ പ്രണയം എന്ന് പറയുന്നത് ബോംബാണ്, മുൾച്ചെടിയിലെ മുള്ളാണ്, അതുപോലെ തടവറയാണ്, അതുപോലെ തന്നെ അത് പറഞ്ഞ വിപ്ലവമാണ്. അപ്പോൾ നമുക്കത് അതിലേക്ക് പോവാം. വേർഡ് ബൈ വേർഡായിട്ട് അതൊന്ന് നോക്കാം മോണലോവയെക്കുറിച്ച്. ഓക്കെ, നമുക്കതൊന്ന് ആദ്യം അതിൻ്റെ ആ മ്യൂസിക് ഒന്ന് കേട്ട് നോക്കാം. കേട്ട് നോക്കിയിട്ട് അതിനെ വേർഡ് ബൈ വേർഡായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. അതായത് സ്റ്റാർട്ടിങ്ങിലെ രാരി രാരിരേ, നമ്മൾ സാധനം രാരി രാരീരം, ആ രാരിരോ രാരിരേ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു താരാട്ടുപാട്ടിൻ്റെ ഒരു ലിറിക്കൽ ഇതായിട്ട് തോന്നാം. പക്ഷേ ഇവിടെ ഒരു പ്രണയ താരാട്ടാണ് തുടങ്ങുന്നത്. പ്രണയത്തിൻ്റെ സ്പാർക്കുമായി വന്ന ഒരുത്തിയെന്നോ അല്ലെങ്കിൽ വെറും ഒരുത്തിയെന്നോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഒരുത്തി കള്ളിക്കാട്ടിലെ ചെടി പോലൊരുത്തി, കള്ളിമുൾ ചെടികൾ നിറഞ്ഞ കാട്ടിലേക്ക് നമുക്ക് ആർക്കെങ്കിലും കടന്നു ചെല്ലാൻ പറ്റുമോ? ഇല്ല, ആർക്കും അടുക്കാൻ പറ്റത്തില്ല. അതായത് മറ്റാർക്കും അടുക്കാൻ പറ്റാത്ത ഒരുത്തി, കണ്ണാടി നെഞ്ചിൽ കല്ല് വീണ പോലെ ഒരുത്തി. അതായത് ഹിരൻ്റെ ഹേർട്ടാണ് കണ്ണാടി എന്ന് പറയുന്നത്. ആ കണ്ണാടി നെഞ്ചിലേക്ക് ഒരു കല്ല് വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ്? കണ്ണാടിയിലേക്ക് സാധാരണ കല്ല് വീണ് കഴിഞ്ഞാൽ പൊട്ടിച്ചിതറുമല്ലേ? അങ്ങനെ ആ പൊട്ടിച്ചിതറി എൻ്റെ ഹൃദയത്തെ, അത്രയും കഠിനമായിട്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ ഒരു കല്ലുപോലെ വന്ന് വീണ് പൊട്ടിച്ചവളാണ് അവൾ. അപ്പോൾ വേറെ ആർക്കും തൊടാനോ അപ്രോച്ച് ചെയ്യാനോ പറ്റത്തില്ലാത്ത അത്രയ്ക്കും ഷാർപ്പായിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരുത്തി, ആ ഒരുത്തിയാണ് എൻ്റെ പ്രണയിനി. പിന്നെ അവളുടെ കണ്ണുകൾ എങ്ങനെയാണ്? മുന്തിരിക്കള്ള് കണ്ണാണ്. എന്നെ മയക്കിയത് ആ കണ്ണുകളാണ്. അത്രയും മനോഹരമായ വശ്യതയുള്ള മയങ്ങിയ കണ്ണുകളുള്ള ആ ഒരുത്തി, അവളാണ് എൻ്റെ പ്രണയിനി. നെക്സ്റ്റ് ലിറിക്കിലേക്ക് നമുക്ക് പോവാം. ആ എണ്ണക്കരിമ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു എന്ന് വെച്ചാൽ ആദ്യം തന്നെ അവളുടെ കണ്ണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മുന്തിരിക്കള്ള് കണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വശ്യത മനോഹരമായ നിൻ്റെ കണ്ണിൽ നോക്കിയപ്പോൾ തന്നെ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു. ഞാൻ മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്കിത് എന്നെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ഞാൻ അന്ന് അവിടെ വീണ് മരിച്ചുപോയി. ഇതെൻ്റെ റീബർത്താണ്, രണ്ടാം ജന്മമാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. അതായത് നിന്നെ പ്രണയത്തിൽ കുതിർന്ന് നടക്കുന്ന ഞാൻ വേറൊരാളാണ്. പഴയ ഞാൻ എന്നീ മരിച്ചു എന്നാണ് പറയുന്നത്. ബ്യൂട്ടിഫുൾ. പിന്നെ അവളെക്കുറിച്ച് വീണ്ടും പറയാം. അതിന് കുപ്പത്തൊട്ടിയിൽ കിടന്ന, ആർക്കും വേണ്ടാതെ കിടന്ന, ആരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ മാണിക്യത്തെ കണ്ടുപിടിച്ചത് അവളാണ്. അതിനെക്കുറിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ആരാലും വെറുക്കപ്പെട്ടവനായി, ആർക്കും വേണ്ടാത്തവനായി, ആരും ശ്രദ്ധിക്കപ്പെടാത്തവനായി, തഴയപ്പെട്ടവനായി ഏതോ ഒരു കുപ്പത്തൊട്ടിയിൽ കിടക്കുകയായിരുന്നു. ഞാനാകുന്ന ആ കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തെ നിൻ്റെ പ്രണയമാകുന്ന മിന്നലാകുന്ന നൂലാൽ കോർത്ത് നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് കെട്ടിയിട്ടു. ആര്? നീ, ആ ഒരുത്തി, എൻ്റെ പെണ്ണ്. ആ വേറെ ആർക്കും അപ്രോച്ച് ചെയ്യാനാവാത്ത പരുക്കനായ, ആ ചൂടനായ, ആ സൂര്യനായ എന്നെ
ഒരു പൊട്ട് പോലെ എടുത്ത് നെറ്റിയിൽ തൊടാൻ അവൾക്ക് സാധിച്ചു. വെറും നിസ്സാരമാക്കി കളയാൻ ആർക്ക് കഴിയുന്നുണ്ട്? എൻ്റെ പെണ്ണിന് കഴിയുന്നുണ്ട്. പ്രണയം അത്ര ഇതാണല്ലോ. എത്ര ചൂടായിട്ടിരുന്ന് കഴിഞ്ഞാലും പ്രണയത്തോടുള്ള അവളുടെ സാമീപ്യം എന്ന് പറയുന്നത്, ആ ചൂടിനെ തണുപ്പിക്കാൻ ആർക്ക് കഴിയും? ആ ചൂടിനെ ഒരു പൊട്ടുപോലെ എടുത്ത് നെറ്റിയിൽ ചാർത്താൻ അവൾക്ക് കഴിയും. പിന്നെ പറയുന്നത് എന്താണ്? അവളുടെ വിരലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുപോലത്തെ മൃദുലമായ വിരലുകളാണ്. പക്ഷേ ഞാനാകുന്ന ഈ പാറയെ, അല്ല ഇത്രയും ഹാർഡായിട്ടുള്ള, ഇത്രയും കാർക്കശ്യക്കാരനായ എന്നെ അവൾ തൊട്ട് കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മപ്പെടുത്താൻ, അതിനെ മയപ്പെടുത്താൻ അവളെ കൊണ്ട് മാത്രമേ അതിന് കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു ലവറിനെ കുറിച്ചല്ലേ. അവൾ എത്ര ഭാഗ്യവതിയാണ് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുവാൻ വേണ്ടിയിട്ട്. വേടൻ ഇവിടുത്തെ അടുത്ത ലിറിക്സിൽ എന്താണ് പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം. അവിടെക്കുറിച്ച് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നിന്നെ വാൻ ഗോഗ് വരച്ചതാണോ? ഒരു അതിപ്രശസ്തനായ ഒരു ചിത്രകാരനാണ് വാൻ ഗോഗ് എന്നും. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്നും അതുപോലെ തന്നെ സ്റ്റാറി നൈറ്റ് എന്നും ഒക്കെയുള്ള വളരെ പ്രശസ്തമായ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള വാൻ ഗോഗ്, വിൻസെൻ്റ് വാൻ ഗോഗ്, അദ്ദേഹം വരച്ച ഒരു ചിത്രമാണോ നീ? അത്രയും മനോഹരമായ ഒരു ചിത്രമാണ് നീ. പിന്നെ പറയുന്നത്, മെർലിൻ മൺറോ വീണ്ടും ഭൂമിയിൽ ജനിച്ചതാണോ? മെർലിൻ മൺറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1950-കളിലൊക്കെ അന്നത്തെ ചെറുപ്പക്കാരുടെ മനസ്സിലെ ഹരമായി നിന്നിരുന്ന സിനിമാ നടിയാണ് അമേരിക്കക്കാരി മെർലിൻ മൺറോ. ഇന്നും സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സിനിമാ ലോകമൊക്കെ ഫസ്റ്റിലേ പറയുന്ന മെർലിൻ മൺറോയുടെ പേരാണ്. സൗന്ദര്യത്തിന് പ്രതീകമായ മെർലിൻ മൺറോ ഭൂമിയിൽ വന്ന് വീണ്ടും ജനിച്ചതാണോ? എൻ്റെ പൊന്നെ. പിന്നെ എന്തുവാണ്? സൂഫി കവിത മുന്നിൽ പെണ്ണായി പിറന്നതോ? സൂഫിസം, അറേബ്യൻ സുന്ദരികളെന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരികളാണ്. അപ്പോൾ അവരുടെ കവിതകളിലുള്ള പെൺകുട്ടികളെക്കുറിച്ചുള്ള വർണ്ണനകൾ, ആ പെൺകുട്ടി ഇവിടെ വന്ന് ജനിച്ചതാണോ? എൻ്റെ മുന്നിൽ വന്ന് ജനിച്ചതാണോ? പിന്നെ എന്താണ്? സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം പിറന്നു. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു കാലത്തെ വളരെ സമ്പന്നമായിരുന്ന കുറേ രാജ്യങ്ങളുടെ ഒരു കൂട്ടുകെട്ടായിരുന്നു. ഒരു വലിയ ലോകത്തിലെ 1-ാം നമ്പർ എന്നുള്ള രീതിയിൽ വളർന്ന് കടന്നുപോയ ഒരു രാജ്യമാണ് USSR എന്ന് പറയുന്നത്, അല്ലേ, യുണൈറ്റഡ്. അപ്പോൾ അതിന് വിപ്ലവം നടന്നിട്ടാണത് പല കഷ്ണങ്ങളായി ചിതറി, 8 രാഷ്ട്രങ്ങളോളമായിട്ട് ചിതറി പോയത്. അങ്ങനെ എന്നെ അങ്ങനെ പിളർത്താൻ എന്നിലൊരു വിപ്ലവമായിട്ട് വന്നവളാണോ നീ? വേടൻ്റെ വാക്കുകൾ വിപ്ലവ തുല്യമായി പ്രണയ വിപ്ലവം എന്ന് പറയാം. മോനലോവ എന്നുള്ള ആ ഒരു പ്രണയഗാനം. അടുത്ത ലൈൻസ് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാനേ നേരം ഉണ്ടാവും. അടുത്ത ലൈൻസ് നോക്കാം. കാവ്യം പോലെ ഇത്രയും മനോഹരമായി ഒഴുകുന്ന നീ ഒരു കവിതയാണോ? പിന്നെ രാത്രി ഉറക്കം കെടുക്കാൻ ആരാണ് നീ? മാടൻ മറുതയോ? സാധാരണഗതിയിൽ മാടൻ അല്ലെങ്കിൽ മറുത എന്നൊക്കെ പറയുന്നത് അസുര ദേവഗണത്തിൽപ്പെടുന്ന ആളുകളാണ്, അല്ലേ, മാടൻ മറുത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നും. അപ്പോൾ ഇവിടെ പറയുന്നത് എൻ്റെ ഉറക്കം കെടുത്താൻ, അതായത് എന്നെ ഭയപ്പെടുത്തി എൻ്റെ ഉറക്കം കെടുത്താൻ നീ ആരാണ്? മാടനാണോ? മറുതയാണോ? നിൻ്റെ പേര് കവിതയാണോ? നിന്നെ സ്വപ്നം കാണാൻ വേണ്ടി ഞാൻ ഉറങ്ങാൻ കിടക്കും. ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ മയക്കത്തിൽ നിന്നെ എനിക്ക് കാണാമല്ലോ. നിന്നെ സ്വപ്നം കാണാൻ വേണ്ടി ഞാൻ ഉറങ്ങാൻ കിടക്കും. ഞാൻ എന്ന് പറയുന്ന വ്യക്തി വെന്ത് ചാരമായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, ആരുമില്ലാത്തവനായി, ചാരമായി, ഉപേക്ഷിക്കപ്പെട്ടവനായി കിടന്നതാണ്. അങ്ങനെ കിടന്ന ഞാൻ ഇന്ന് എന്താണ്? ഒരു ഫീനിക്സ് പറവൻ. ഫീനിക്സ് പറവൻ എന്ന് പറയുന്നില്ല, എത്ര ഇല്ലായ്മപ്പെടുത്തിയാലും ആ ചാരത്തിൽ നിന്ന് പറന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന വിജയത്തിൻ്റെ പ്രതീകമായി നമ്മൾ കാണുന്ന പക്ഷിയാണ് ഫീനിക്സ് പക്ഷി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫീനിക്സ് പക്ഷിയാണ് ഞാൻ. ാത്തവനായി ഉറക്കപ്പെട്ടവനായി കിടന്ന ഞാനെന്നൊരു ഫീനിക്സ് പറയെ പോലെ വിജയത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് പറന്നു ഉയരുകയാണ്. എന്തുകൊണ്ടാണ്? നിൻ്റെ പ്രണയം മൂലമാണ്. തൻ്റെ പ്രണയിനിയോട് ചോദിക്കുകയാണ്. ആദ്യം പറയുന്നു,
കറുപ്പറാണി, എൻ്റെ രാജ്ഞിയായ എൻ്റെ പ്രണയിനി, നീ എന്ന് പറയുന്നത് ഒരാണിയാണ്. എന്തിന് ഞാനാകുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, പ്രണയത്താൽ അലഞ്ഞു തിരിഞ്ഞ് യാതൊരു ബോധവുമില്ലാതെ നടക്കുന്ന ഒരു പ്രേതത്തെ പോലെ നടക്കുന്ന എന്നെ പേരാലിൽ അടിക്കുവാൻ പറ്റിയ ഒരു ആണിയാണ് നീ. എൻ്റെ കണ്ണ് പെട്ട നാൾ മുതൽ ഞാനൊരു മൂടനെ പോലെ എനിക്ക് യാതൊന്നും, നീ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. അതുപോലെ അതുകൊണ്ട് നീ എൻ്റെ അരികിലേക്ക് വരൂ, എനിക്കൊരു പ്രണയ ചുംബനം തരൂ, എന്നെ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിൻ്റെ പ്രണയമാകുന്ന ആ പാനീയം ഞാൻ നുകർന്നോട്ടെ, എൻ്റെ മോഹം തീർക്കാൻ നിനക്ക് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പ്രണയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തി നിൽക്കുന്ന വരികളാണ്. അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മളുടേതായ രീതിയിൽ നിർവചിക്കാം അല്ലേ. ഇത്രയും വരികളെല്ലാം പാടിയതിന് ശേഷമാണ് നമ്മളൊക്കെ ടീസറിലൊക്കെ കണ്ടിട്ടുള്ള ആ എല്ലാവരും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ആ വരികൾ വരുന്നത്. തൻ്റെ പ്രണയത്തെ ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ്? ലോകത്തിലേക്ക് ഏറ്റവും വലിയ ആക്റ്റീവ് വോൾക്കാനോ ആയിട്ടുള്ള മോണലോവ ഹവായിയൻ ഐലൻഡിൽ ആക്റ്റീവ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന രീതിയിൽ നിൽക്കുന്ന 2022 മറ്റോ ആണെന്ന് തോന്നുന്നു ലാസ്റ്റായിട്ട് അത് ബേസ്റ്റ് ചെയ്തത്. ആ ഒരു ആക്റ്റീവ് വോൾക്കാനെ മോണലോവയാണ് തൻ്റെ പ്രണയിനെ ഉപമിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ആ ഒരു അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന ലാവയെന്ന് പറയുന്നത് എന്തിനേയും നശിപ്പിക്കാൻ എത്രയോ മടങ്ങ് ചൂടാണ്. അത് വീണ് കഴിഞ്ഞാൽ അവിടെ ഇല്ലായ്മപ്പെട്ടു പോകും. അതിനെ ആ ലാവയെ എൻ്റെ മോഹലാവയെ എന്നാണ് വിളിക്കുന്നത്. മോണലോവയെ, എൻ്റെ മോഹലാവയെ, എൻ്റെ നാളെയെ, പ്രേമലീലിയെ, എൻ്റെ ഫ്യൂച്ചർ നീയാണ്, എൻ്റെ നാളെ നീയാണ്, എൻ്റെ പ്രേമലീലയെല്ലാം നിന്നിലാണ്. ആ പറയുന്ന ആ 2 ലിറിക്സ് നമുക്കപ്പോൾ അവസാന ഭാഗം കൂടെ കേട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കൂടെ സംസാരിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഈ അവസാനം പാടിയ ഈ വരികളൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും വിപ്ലവാത്മകമായ വരികളെല്ലാം ആ വരികളാണ്. അത്രയും തൻ്റെ പ്രണയത്തെക്കുറിച്ച് വർണ്ണിച്ചുവെങ്കിലും മാടനായിട്ടും മറുതയായിട്ടും ഒക്കെ വർണ്ണിച്ചുവെങ്കിലും കവിതയായിട്ട് അവസാനത്തെ ഈ വരികളെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് വൺ. നമുക്ക് അതിനെക്കുറിച്ച് മോണലോവയെക്കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞു. മോണലോവ ലോകത്തിലെ ഏറ്റവും വലിയ ആക്റ്റീവ് വോൾക്കാനോയാണ്. അത് എപ്പോൾ വേണമെങ്കിലും ബേസ്റ്റ് ചെയ്യാം. ഹവായിയൻ ഐലൻഡിൽ നിൽക്കുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു അഗ്നിപർവ്വതമാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസുമാണ്. അങ്ങനെയുള്ളൊരു അഗ്നിപർവ്വതം, അതിൽ നിന്ന് വരുന്ന ആ ലാവയെ മോഹലാവയായിട്ടാണ് പറയുന്നത്. എൻ്റെ ആഗ്രഹങ്ങളുടെ ലാവ എൻ്റെ മോഹലാവയാണ്, എൻ്റെ മോണലാവയാണ് എന്ന് പറയുന്നത്. അത് എൻ്റെ ഫ്യൂച്ചറാണ്, എൻ്റെ ഫ്യൂച്ചറാണ്. എൻ്റെ പ്രണയിനിയുടെ ചിരിയെ ബീഥോവൻ സംഗീതമായിട്ടാണ് പറയുന്നത്. മറക്കാനാവാത്ത സംഗീതജ്ഞനിൽ ഒരാളാണ് ബീഥോവൻ എന്ന് പറയുന്നത്. ബീഥോവന് അദ്ദേഹത്തിൻ്റെ കാലക്രമേണ കേൾവിശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ്. പിയാനോയിസ്റ്റാണ്, മ്യൂസീഷ്യനാണ്. അദ്ദേഹം സിംഫണികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സിംഫണീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ക്ലാസിക്കായിട്ട് ജനഹൃദയങ്ങളുള്ള ഒന്നാണ്. അപ്പോൾ നിൻ്റെ ചിരി കേട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രണയനെക്കുറിച്ച് വർണ്ണിക്കുന്നവരൊക്കെ മുത്തു കിലുങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മുത്തും പവിഴവും ഒന്നും അല്ല കിലുങ്ങിയിരിക്കുന്നത്. ഇവിടെ ബീഥോവൻ്റെ സംഗീതമായിട്ടാണ് തൻ്റെ പ്രണയിനിയുടെ ആ ചിരി അലകളെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. ബീഥോവൻ, നിൻ്റെ ചിരി കേട്ട് കഴിഞ്ഞാൽ നീ ചിരിച്ചാൽ ബീഥോവനോ, നിൻ്റെ മാതാപിതാക്കളായിട്ടുള്ളവർ എന്തോ വലിയ മഹാന്മാരാണ്. അത്രയ്ക്കും അവൻ്റെ മനസ്സിൽ ആ പെൺകുട്ടിക്ക് അത്രയും വലിയൊരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഞാൻ നാഗസാക്കിയോ ഹിരോഷിമയോ ആകാം, അത്രയ്ക്ക് എന്നെ നശിപ്പിക്കാൻ കഴിയുന്ന ആ ഫാറ്റ്മാനോ ലിറ്റിൽ ബോയിയോ ഒക്കെ ആയിട്ട് നീ എൻ്റെ മേളിൽ വന്ന് വീണ് ഞാൻ ഇല്ലായ്മപ്പെട്ടു പോയാലും, ഞാൻ നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നിലേക്ക് പതിച്ച് ഞാൻ ഇല്ലായ്മപ്പെട്ടു പോയാലും അങ്ങനെ ഞാൻ ഇല്ലായ്മപ്പെട്ടു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഭയങ്കരമായ ആഭ്യന്തര കലാപം നടന്നിട്ടുള്ള ഒരു കൺട്രിയാണ് ലിബിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വേടൻ തന്നെ പല ഇൻ്റർവ്യൂവിലും മുഹമ്മദ് ഗദ്ദാഫിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
അടുത്ത ഭരണാധികാരിയായിരുന്നു, ലിബിയൻ വിപ്ലവകാരിയായിരുന്നു. അവസാനം ആഭ്യന്തര കലാപത്തിൽ കലാപകാരികൾ തന്നെ അദ്ദേഹത്തിനെ വധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലിബിയയുടെ തിരിവിൽ അവിടെ ലിബിയയോട് പ്രണയമായിരുന്നു ഈ ഗദ്ദാഫിക്ക് എന്നാണ് പറയുന്നത്. ആ ഗദ്ദാഫിയാണ് ഞാൻ നീയാകുന്ന ലിബിയയിൽ കിടന്ന് ആ കലാപത്തിൽ മരിക്കാനും ഞാൻ തയ്യാറാണ്. നോർത്ത് കൊറിയയിലെ തടവറകൾ ലോകത്തിലെ അതിഭയങ്കരമായ ക്രൂരതകളും കൊടിയ പീഡനങ്ങളും തടവറയിലുള്ളവരോട് ചെയ്യുന്ന ഒരിതാണെന്നാണ് പറയുന്നത്. നോർത്ത് കൊറിയയിൽ ഭയങ്കരമായ പീഡനം നടക്കുന്ന അങ്ങനെ ഒരു തടവറയിൽ, നിൻ്റെ തടവറയിൽ അങ്ങനെ കിടക്കാൻ പോലും ഞാൻ തയ്യാറാണ്. അത്രയ്ക്കും ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാണ് നിനക്ക് വേണ്ടി, എൻ്റെ പ്രണയിനിക്ക് വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ട അഗ്നിപർവ്വതമേ, എന്നിലേക്ക് വന്ന് നിൻ്റെ ലാവയായിട്ട് എന്നിലേക്ക് വന്ന് വീണ് എന്നെ നീ ഏറ്റെടുത്തു കൊള്ളുക. നിൻ്റെ പ്രണയം ഞാൻ സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. പ്രണയ വിപ്ലവ ഗാനത്തിനെ കുറച്ചെങ്കിലും ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പോരായ്മകളുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, മറ്റൊന്നും പറയാനില്ല. ബൈ.